പ്രിയപ്പെട്ടവരെ, നമസ്തേ. എൻ്റെ വീട്ടിലെ പൂന്തോട്ടത്തിൽ എല്ലാ മാസവും പണിയെടുക്കാൻ വരുന്ന ഒരു ബംഗാളിയുണ്ട്. അല്ലെങ്കിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ അതിഥി തൊഴിലാളികളെയും നമ്മൾ ബംഗാളി എന്നാണ് വിളിക്കുന്നത്. പണ്ട് വിന്ധ്യന് തെക്കോട്ടുള്ള എല്ലാവരെയും മദ്രാസി എന്ന് വിളിക്കുന്നത് പോലെ ഈ ബംഗാളി വളരെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരാളാണ്. മഴ വന്നാലും വെയിൽ വന്നാലും എല്ലാം ഒരേപോലെ പണിയെടുക്കും. ഒരു ദിവസം മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാൾ പണി നിർത്താതെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അയാൾക്കൊരു റെയിൻ കോട്ട് കൊടുത്തു. വൈകുന്നേരമായപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് ഞാനൊരു കപ്പ് ചായ അയാൾക്ക് ഓഫർ ചെയ്തു. ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചപ്പോൾ അയാൾ വന്ന് വളരെ ഭക്ത്യാദരപൂർവ്വം അയാൾ ആ ചായ വാങ്ങി കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് കേരളം ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? ഇവിടുത്തെ കാലാവസ്ഥയാണോ അതോ ഈ കേരളത്തിൻ്റെ ഭംഗിയാണോ? അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല സർ, അതൊന്നും അല്ല കാരണം. പിന്നെ അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്ന് വരെ എന്നോട് ഒരാളും എൻ്റെ ജാതി എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അതാണ് എനിക്ക് കേരളത്തോടുള്ള ഇഷ്ടത്തിന് കാരണം എന്ന് പറഞ്ഞു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വചനം ലോക ജനത ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 136 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ജാതിയിൽ അധിഷ്ഠിതമായ ഉച്ചനീചത്വങ്ങളെക്കുറിച്ചും അതിൽ എരിഞ്ഞടങ്ങുന്ന സാമൂഹ്യ നീതിയെക്കുറിച്ചും നാം ഇപ്പോഴും ചർച്ച ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ടാവും ഇങ്ങനെ? എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ചിന്തകളിലും ദൈനംദിന കർമ്മങ്ങളിലും തീരുമാനങ്ങളിലും എല്ലാം അദൃശ്യ ശക്തിയായി കടന്നു വരുന്ന ഒരു ചിന്ത. തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനോട് ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും അവൻ്റെ കുലം ഏതെന്ന് കണ്ടെത്താനുള്ള പ്രാകൃതമായ വ്യഗ്രത. ആ തിരിച്ചറിവുണ്ടാക്കുന്ന നിമിഷം മുതൽ അവനോടുള്ള ജാതീയമായ വേർതിരിവ് മനസ്സിൽ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കാനുള്ള ഉളുപ്പില്ലായ്മ. വിദ്യാസമ്പന്നരായ മനുഷ്യർക്ക് പോലും ഇന്നും ഈ രീതികളൊക്കെ സാധ്യമാകുന്നു എന്നത് ചിലരെയെങ്കിലും അത്ഭുതപ്പെടുത്തുന്നുണ്ടാകാം. ജാത്യാടിസ്ഥാനത്തിലുള്ള വിവേചനത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കും മുമ്പ് ഒരു ചോദ്യം: ജാതി എന്നാൽ എന്താണ്? വ്യക്തികളുടെ ജനനത്തെ ആധാരമാക്കി കൃത്യമായ അധികാരശ്രേണിയിൽ അവരെ നിലനിർത്താൻ സഹായകമായ പ്രാചീന സമൂഹ സമവാക്യമാണ് ജാതി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു വ്യവസ്ഥാപിത സാമൂഹ്യക്രമത്തിൻ്റെ പരിധിയിൽ സ്വയമേവ തന്നെ ക്രമീകൃതമാകുന്ന ഒരു നിശ്ചിത സമൂഹത്തെയാണ് ജാതി എന്ന് വിവക്ഷിക്കുക. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ കാസ്റ്റ് എന്നാണ് പറയുക. ആ വാക്കിൻ്റെ ഉത്ഭവം സ്പാനിഷ് പോർച്ചുഗീസ് സങ്കര പദമായ കാസ്തു എന്ന വാക്കിൽ നിന്നാണ്. കാസ്റ്റ് എന്ന വാക്കിനർത്ഥം കൂട്ടം, വർഗം, ഇനം, വംശാവലി, ഗോത്രം എന്നൊക്കെയാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും മനോരോഗം പോലെ പടർന്നു പിടിച്ച ജാതി വ്യവസ്ഥ അതിൻ്റെ ഭാവിയെയും നിലനിൽപ്പിനെയും തന്നെ ബാധിക്കുന്ന തലത്തിലേക്ക് പടർന്നു. സാമൂഹിക ഘടനയിലും അതിൻ്റെ വളർച്ചയിലും ദൃശ്യവും അദൃശ്യവുമായ അനേകം ആഘാതങ്ങൾ ഏൽപ്പിക്കുവാൻ ജാതി സമ്പ്രദായത്തിനും അതിൻ്റെ പതാകവാഹകർക്കും സാധിച്ചു. അവയിൽ പലതും വളരെ ആഴമേറിയ മുറിവുകൾ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും വിവിധ ജനവിഭാഗങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ വർഗീകരിക്കുകയും ആ വർഗീകരണത്തിന് ജാതി എന്ന തലക്കെട്ട് നൽകുകയും ചെയ്യുന്ന ചിന്താപരമായ അബദ്ധമാണ് ജാതി വ്യവസ്ഥ എന്ന് പറയാതിരിക്കാൻ വയ്യ. ജന്മം കൊണ്ട് സമന്മാരായ മനുഷ്യരെ യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം തരംതിരിച്ചപ്പോൾ തകർന്നുപോയത് ലോക ജനസമൂഹത്തിന് തന്നെ കൈവന്നേക്കാമായിരുന്ന സമാനതകളില്ലാത്ത നേട്ടങ്ങളും സമാധാനത്തിൻ്റെ നല്ല ദിനങ്ങളുമാണ്.
കുടുംബം എന്ന അടിസ്ഥാന കണികയിലും ഇണയെ കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ അവകാശത്തിലും കൈകടത്തിയ ജാതി വ്യവസ്ഥ അതിക്രൂരമായ പല ചെയ്തികളിലൂടെയും അതിൻ്റെ അധീശത്തെ ഉറപ്പിച്ചു. സാമ്പത്തിക ബഹിഷ്കരണവും സാമൂഹികമായ ഒറ്റപ്പെടുത്തലും പോരാതെ വന്നപ്പോൾ ശാരീരികമായ അതിക്രമങ്ങളും ജീവനെടുക്കുന്ന ദുരഭിമാന കൊലകളും നടത്താനും ജാതി വ്യവസ്ഥയെ വാഴിക്കുന്നവർക്ക് ഒരു മടിയും ഉണ്ടായില്ല. അത്തരത്തിൽ ജാതിയെ എതിർത്തവരുടെ ചോരയ്ക്ക് മുകളിൽ കെട്ടി ഉയർത്തിയ ദന്തഗോപുരങ്ങളിലാണ് ഇന്ന് ഓരോ ജാതി രാജാക്കന്മാരും വാണരുളുന്നത്. ലോകത്തെവിടെയും ജാതി സമ്പ്രദായം നിലനിൽക്കുന്നത് ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ട സാധാരണക്കാരുടെ ജീവിതങ്ങളുടെ കണ്ണീരിന് മുകളിലാണ്. ഇന്ത്യൻ ജാതി വ്യവസ്ഥ ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി വിവക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹിന്ദുമത വിശ്വാസികളായ ജനസമൂഹം അവർ ചെയ്തിരുന്ന ജോലികളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായും 4 വിഭജിക്കപ്പെട്ടു. സമൂഹത്തിൻ്റെ ഏത് ശ്രേണിയിലാണ് ഓരോ വിഭാഗം മനുഷ്യരും ജീവിക്കേണ്ടത് എന്നും അവർക്ക് എന്തൊക്കെ അധികാരങ്ങളും അവകാശങ്ങളും ലഭിക്കുമെന്നുമൊക്കെ നിർണയിക്കപ്പെട്ടിരുന്നത് ഈ ജാതി സമ്പ്രദായത്തിൻ്റെ ഘടനയെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. ചാതുർവർണ്ണ്യ ജാതി സമ്പ്രദായത്തിൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിവരെ കൂടാതെ അസ്പൃശ്യരായ 5ാം വിഭാഗവും ഉൾപ്പെട്ടിരുന്നു. ഉന്നതകുല ജാതർ എന്ന് വിശേഷിക്കപ്പെട്ട ബ്രാഹ്മണന്മാർ പൂജാതി കർമ്മങ്ങളും അധ്യാപക വൃത്തിയും തൊഴിലാക്കിയവരായിരുന്നു. ഭരണനിർവഹണവും ജാതി സുരക്ഷയും നിർവഹിച്ചിരുന്ന യോദ്ധാക്കളുടെ വിഭാഗം ക്ഷത്രിയന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഭൂവുടമകളും കച്ചവടക്കാരുമടങ്ങുന്ന 3ാം വിഭാഗം വൈശ്യന്മാർ എന്ന് വിളിക്കപ്പെട്ടു. ഇവർക്കൊക്കെ പാദസേവ ചെയ്യുന്ന അടിയാള വിഭാഗമായിരുന്നു ശൂദ്രന്മാർ അഥവാ സേവകന്മാർ. ഇതിനെല്ലാം പുറമെയായിരുന്നു തൊട്ടുകൂടായ്മയുടെ വെളിപ്പുറത്തിനപ്പുറം നിർത്തപ്പെട്ട അധകൃത വിഭാഗം. അവർ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ എന്ന വിഭാഗത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട ഹതഭാഗ്യരായ മനുഷ്യരായിരുന്നു. അത്തരത്തിൽ അധകൃത ഗണത്തിൽപ്പെട്ട 5ാം വിഭാഗക്കാർ ദളിതന്മാർ എന്ന് പരക്കെ അറിയപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ നവോത്ഥാന നായകനായിരുന്ന ജ്യോതിറാവു ഫുലെ ആണ് അടിച്ചമർത്തപ്പെട്ടവരുടെ കൂട്ടത്തെ ദളിതുകൾ എന്ന് പേരിട്ട് വിളിച്ചത്. പിൽക്കാലത്ത് BR അംബേദ്കർ ആ വാക്കിന് വലിയ പ്രചാരം നൽകി. ഇന്ത്യൻ സമൂഹം നേരിടുന്ന ഏറ്റവും ആഴത്തിൽ വേരോട്ടമുള്ള, ഏറ്റവും അധികം സാമൂഹിക അസ്വസ്ഥത ഉണ്ടാക്കുന്ന വിഷയം ഏതാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ. അത് ജാതി വിവേചനം എന്ന കൊടിയ വിപത്ത് തന്നെയാണ്. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഏതൊരു സമൂഹത്തിലെയും എന്ന പോലെ ഇവിടെയും സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകളും ഉച്ചനീചത്വങ്ങളും നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന അസ്വസ്ഥതകളും മാനസിക പിരിമുറുക്കങ്ങളും സത്യത്തിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒത്തൊരുമയുടെ ജീവൻ തന്നെ ചോർത്തിക്കളഞ്ഞു എന്ന് പറയേണ്ടി വരും. ഒരുവൻ ജീവിക്കുന്ന ജീവിതശൈലിയിലും അവന് ലഭ്യമാകുന്ന സാമൂഹിക നിലവാരത്തിനും അവൻ്റെ തൊഴിലിലും എന്ന് വേണ്ട, അവനും അവൻ്റെ കുടുംബവും ഉപയോഗിക്കുന്ന അടയാഭരണങ്ങളിലും ഉടുത്തുകെട്ടുകളിലും അടക്കം സർവ്വത്തിലും ജാതി കൈകടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭാരതത്തിൻ്റെ ഭരണഘടന പ്രകാരം 1950കളിൽ തന്നെ ജാതി സമ്പ്രദായത്തിന് പടിയടച്ച് പിണ്ഡം വെച്ചിരുന്നു. എങ്കിലും പൂർവാധികം ശക്തിയോടെ സമൂഹത്തിൻ്റെ നാഡീഞരമ്പുകളിലേക്ക് ജാതി പടർന്നു കയറുന്നതാണ് പിൽക്കാലത്ത് നാം കണ്ടത്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട എല്ലാ നടപടികളും ഭരണഘടനയും വിഭാവനം ചെയ്തിരുന്നു എങ്കിലും അതൊന്നും തന്നെ യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പല രൂപത്തിലും പല ഭാവത്തിലും ജാതിയുടെ നീരാളി കൈകൾ സമൂഹത്തിനെ വരിഞ്ഞു മുറുക്കി.
അടിസ്ഥാന ചിന്തയിൽ തന്നെ ജാതിയും ജാതി സമവാക്യങ്ങളും കടന്നുകൂടിയ ഒരു സമൂഹത്തിനെ ഉദ്ധരിക്കുവാൻ ഒരു ഭരണഘടനാ വകുപ്പിന് മാത്രമായി സാധിക്കുമായിരുന്നില്ല എന്ന് ചുരുക്കം. വിദ്യാഭ്യാസ മേഖലയിലും തൊഴിലിലും പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും പൊതു ഇടങ്ങൾ ഉപയോഗിക്കുന്നതിലും തുടങ്ങി ജാതി വേർതിരിവിൻ്റെ വിഷം അതിരുകളില്ലാതെ സമൂഹത്തിലേക്ക് പടർന്നു കയറി. ഇന്ത്യൻ ഭരണഘടന ഇത്തരത്തിലുള്ള വിവേചനങ്ങളെല്ലാം ശിക്ഷാർഹമായ കുറ്റമായി കണക്കാക്കുമ്പോൾ പോലും ജാതി വിവേചനത്തിൻ്റെ പേരിൽ ഉയർന്നു വന്ന കേസുകളിലെ കുറ്റവാളികൾ ആരും തന്നെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ നടുക്കുന്ന സത്യം. ഒട്ടനവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ തൻ്റെ സഹപാഠികൾക്കൊപ്പം ഇരിപ്പിടം കിട്ടാതാവുകയും നിലത്തിരുന്ന് പഠിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരുവൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അതേ വിദ്യാലയത്തിൻ്റെ നിലം തൂത്തു തുടയ്ക്കുവാനും മറ്റു വിദ്യാർത്ഥികൾ ഉപയോഗിച്ച് ശൗചാലയം വൃത്തിയാക്കുവാനും നിങ്ങളോട് ജാതി അടിസ്ഥാനത്തിൽ ആവശ്യപ്പെടുന്ന ഒരു സമൂഹം ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിൽ ആ പ്രവൃത്തിയെയും ആ സമൂഹത്തിനെയും പ്രാകൃതം എന്നല്ലാതെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? അതിശോക്തി കലർത്തി സംസാരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. 2023 നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു സ്കൂളിൽ പഠിക്കുന്ന 15 കുട്ടികൾ മുഖ്യമന്ത്രിയുടെ പ്രഭാത ഭക്ഷണ പദ്ധതിയിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കുവാൻ വിസമ്മതിച്ചു. കാരണം ഒരു ദളിത് യുവതിയാണ് ആ ഭക്ഷണം തയ്യാറാക്കിയത് എന്നതായിരുന്നു കാരണം. ശൂന്യാകാശത്തിലേക്ക് അയച്ച റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ മികവിൽ തിരികെ വരുത്തി അതേ റോക്കറ്റിൽ വീണ്ടും ഉപഗ്രഹങ്ങൾ ശൂന്യാകാശത്തേക്ക് വിടുന്ന അതിപ്രഗത്ഭമതികളായ ശാസ്ത്രജ്ഞന്മാർ ലോകം വാഴുന്ന ഈ 2023-24 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിച്ചത് എന്നത് ഓർത്ത് നാം ലജ്ജിച്ച് തലതാഴ്ത്തുകയല്ലേ വേണ്ടത്? ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തിന് ചരിത്രപരമായും സാമൂഹ്യപരമായും വേരുകളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചുരുക്കത്തിൽ നമുക്ക് നോക്കാം. 1. ഹിസ്റ്റോറിക്കൽ ഒറിജിൻസ്, ചരിത്രപരമായ തുടക്കം. സമൂഹത്തെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ 4 തരംതിരിച്ച വർണ്ണ സമ്പ്രദായത്തിലാണ് ഇതിൻ്റെ തുടക്കം. 2. റിലീജിയസ് ജസ്റ്റിഫിക്കേഷൻ, മതപരമായ നീതീകരണം. കാലക്രമേണ മതഗ്രന്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ജാതി സമ്പ്രദായത്തെ നീതീകരിച്ചു. 3. കൊളോണിയൽ ഇൻഫ്ലുവൻസ്, ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ സ്വാധീനം. തങ്ങളുടെ അധികാരത്തെ ശക്തിപ്പെടുത്താൻ ബ്രിട്ടീഷ് കൊളോണിയലിസം ജാതി വ്യവസ്ഥയെ ദുരുപയോഗപ്പെടുത്തി. 4. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ്, സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങൾ. വിഭവങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവ ലഭിക്കാൻ ജാതി ഉപയോഗിച്ചതിലൂടെ സമൂഹത്തിൽ സാമ്പത്തിക ഉച്ചനീചത്വങ്ങളുണ്ടായി. 5. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം. അധകൃത വർഗത്തിന് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അവർ ജാതി സമ്പ്രദായത്തെ അംഗീകരിക്കാൻ ബാധ്യസ്ഥരായി. 6. പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ, രാഷ്ട്രീയ കൃത്രിമത്വം. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ജാതി സമ്പ്രദായം നിലനിർത്താൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചു. അതിൻ്റെ ചിത്രമാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സമൂഹം നേരിടുന്ന ഏറ്റവും ആഴത്തിൽ വേരോട്ടമുള്ള ഏറ്റവും അധികം സാമൂഹിക അസ്വസ്ഥത ഉണ്ടാക്കുന്ന വിഷയം ഏതാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ. അത് ജാതി വിവേചനം എന്ന കൊടിയ വിപത്ത് തന്നെയാണ്. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഏതൊരു സമൂഹത്തിലെയും എന്ന പോലെ ഇവിടെയും സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകളും ഉച്ചനീചത്വങ്ങളും നമുക്ക് ദർശിക്കാൻ കഴിയും. അതുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന അസ്വസ്ഥതകളും മാനസിക പിരിമുറുക്കങ്ങളും സത്യത്തിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒത്തൊരുമയുടെ ജീവൻ തന്നെ ചോർത്തിക്കളഞ്ഞു എന്ന് പറയേണ്ടി വരും. ഒരുവൻ ജീവിക്കുന്ന ജീവിത ശൈലിയിലും അവന് ലഭ്യമാകുന്ന സാമൂഹിക നിലവാരത്തിലും അവൻ്റെ തൊഴിലിലും എന്ന് വേണ്ട അവന് അവൻ്റെ കുടുംബവും ഉപയോഗിക്കുന്ന
അടയാഭരണങ്ങളിലും ഒടുത്തുകെട്ടുകളിലും അടക്കം സർവ്വതിലും ജാതി കൈകടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഭാരതത്തിൻ്റെ ഭരണഘടനാ പ്രകാരം 1050കളിൽ തന്നെ ജാതി സമ്പ്രദായത്തിന് പടിയടച്ച് പിണ്ഡം വെച്ചിരുന്നു എങ്കിലും പൂർവാധികം ശക്തിയോടെ സമൂഹത്തിൻ്റെ നാഡീ ഞരമ്പുകളിലേക്ക് ജാതി പടർന്നു കയറുന്നതാണ് പിൽക്കാലത്ത് നാം കണ്ടത്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട എല്ലാ നടപടികളും ഭരണകൂടവും ഭരണഘടനയും വിഭാവനം ചെയ്തിരുന്നു എങ്കിലും അതൊന്നും തന്നെ യാഥാർത്ഥ്യമായില്ല എന്നുള്ളതാണ് സത്യം. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പല രൂപത്തിലും പല ഭാവത്തിലും ജാതിയുടെ നീരാളിക്കൈകൾ സമൂഹത്തിനെ വരിഞ്ഞു മുറുക്കി. അടിസ്ഥാന ചിന്തയിൽ തന്നെ ജാതിയും ജാതി സമവാക്യങ്ങളും കടന്നുകൂടിയ ഒരു സമൂഹത്തെ ഉദ്ധരിക്കാൻ ഒരു ഭരണഘടനാ വകുപ്പിന് മാത്രമായി എങ്ങനെ കഴിയാനാണ്? വിദ്യാഭ്യാസ മേഖലയിലും തൊഴിലിലും പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും പൊതുവിടങ്ങൾ ഉപയോഗിക്കുന്നതിലും തുടങ്ങി ജാതി വേർതിരിവിൻ്റെ വിഷം അതിരുകളില്ലാതെ സമൂഹത്തിലേക്ക് പടർന്നു കയറി. ഇന്ത്യൻ ഭരണഘടന ഇത്തരത്തിലുള്ള വിവേചനങ്ങളെയെല്ലാം ശിക്ഷാർഹമായ കുറ്റമായി കണക്കാക്കുമ്പോൾ പോലും ജാതി വിവേചനത്തിൻ്റെ പേരിൽ ഉയർന്നു വരുന്ന കേസുകളിലെ കുറ്റവാളികൾ ആരും തന്നെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മെ നടുക്കുന്ന സത്യം. ജാതി സമ്പ്രദായത്തെ നേരിടാൻ ഒരു ബഹുമുഖ സമീപനം, ഒരു മൾട്ടി ഫേസഡ് അപ്രോച്ച് കൂടിയേ തീരൂ. വിദ്യാഭ്യാസം, സാമ്പത്തിക ശാക്തീകരണം, സമത്വവും സാമൂഹ്യ നീതിയും ഉറപ്പാക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥ, ഇതെല്ലാം അതിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാകണം. എന്നാൽ മാത്രമേ ഈ ജാതി പിശാചിനെ തുരത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.